ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളുടെ ചെന്നൈ യാത്രയുടെ ഓരോരോ വീഡിയോകളായിട്ടാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ചെന്നൈ യാത്രയിലെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാണിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഒരു ഗവൺമെൻറ് മ്യൂസിയം കാണാനായിട്ട് പോയി. അവിടെ സയൻസ് മ്യൂസിയം ആയിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. അങ്ങനെ പക്ഷേ അവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, മൊബൈൽ ഫോട്ടോയോ വീഡിയോയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും വലുതായിട്ട് എടുത്തില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു 2-3 നിലകളിലായിട്ട് വലിയ വലിയ ഹാളുകളിലായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പം സുവോളജിക്കൽ മ്യൂസിയം ഉണ്ട്, ബയോളജിക്കൽ മ്യൂസിയം ഉണ്ട്, ഒരുപാട് സാധനങ്ങളുടെ ഉണ്ട്, ബ്രോൺസ് കൊണ്ടുള്ള സാധനങ്ങൾ, ഇങ്ങനെ ഓരോ നിലകളിലായിട്ട് ഓരോരോ സാധനങ്ങളാണ്. അപ്പോൾ ഞങ്ങളതെല്ലാം ഇങ്ങനെ കണ്ടിട്ട് ലാസ്റ്റ് വന്നപ്പം ഒരു നിലയിൽ കുട്ടികളുടെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യക്കുട്ടനെയും കൊണ്ടാണല്ലോ പോയത്. അപ്പോൾ അവന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിനകത്ത് കയറി. അപ്പോൾ അതിനകത്തിങ്ങനെ ഓരോ സംസ്ഥാനക്കാരുടെയും വേഷവിധാനങ്ങൾ, അവരുടെ കലാരൂപങ്ങൾ, ഡാൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരുടെ വീടുകൾ, അവിടുത്തെ പഴയകാല വീടുകളും ഇപ്പോഴത്തെ വീടുകളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആദ്യക്കുട്ടനെ ഓരോന്നും പറഞ്ഞു കൊടുത്ത് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അതെല്ലാം കാണാനും കേൾക്കാനും ഒക്കെ ആയിട്ട്. സാരി, ചുരിദാർ, അങ്ങനത്തെ ഓരോന്നും അവൻ കണ്ടിട്ടുള്ളതൊക്കെ അവൻ ഇങ്ങോട്ട് പറയും, ഇത് സാരിയാണോ, ഇത് ചുരിദാറാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ ഓരോന്നും കണ്ട് ഞങ്ങളവിടെ ഇങ്ങനെ അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 4:45 സമയം. 5 മണി വരെ ഉള്ളൂ മ്യൂസിയമേ. അപ്പോൾ ഞങ്ങളെ അവർ തിരിച്ചു വിളിച്ചു. അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി വിസിലൊക്കെ അടിച്ചിട്ട് എല്ലാവരെയും തിരിച്ചു വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞു കാണും, ക്ലോസ് ചെയ്യാറായി കാണുമെന്ന്. കാര്യം 4:45 5 മണി വരെയല്ലേ ഉള്ളൂ സമയം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴാണ് ഒരു മുറിയിലോട്ട് ഞങ്ങൾ എല്ലാവരും, കുഞ്ഞുങ്ങളുള്ളവരെല്ലാവരും അതിനകത്തോട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് കയറാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കൂടെ കുഞ്ഞുണ്ടല്ലോ, ആദ്യക്കുട്ടനുണ്ടല്ലോ, അങ്ങനെ ഞങ്ങളെല്ലാവരെയും കയറ്റി. വേറെയും കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്തിറങ്ങാൻ പറയുമായിരിക്കുന്നു. പക്ഷേ വേറൊരു വലിയൊരു, ഒത്തിരി വലുതല്ല, ഒരു ചെറിയൊരു ഹോളിലോട്ട് കയറ്റി. അപ്പം ആദ്യം നമുക്ക് എന്തിനാണെന്നൊന്നും അറിയത്തില്ലേ. അപ്പം അതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കുന്നുമില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ ഈ നിൽക്കുന്നവരെല്ലാവരും ആ സ്ക്രീനിൽ. അപ്പോൾ ആദ്യക്കുട്ടനൊന്നും മനസ്സിലാവുന്നില്ല, ഞങ്ങൾക്കേ മനസ്സിലാവുന്നില്ല എന്തിനാ ഇങ്ങോട്ട് കയറ്റിയത്. ഞങ്ങൾ പുറത്തിറങ്ങാനാണെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോഴാണ് ഈ റൂമിലോട്ട് എല്ലാവരും കയറാൻ പറഞ്ഞ് അങ്ങനെ അതിനകത്തോട്ട് കയറിയപ്പോൾ അവിടെ നല്ല രസമുണ്ടായിരുന്നു. നമ്മളെ തന്നെ വലിയൊരു സ്ക്രീൻ അതിൻ്റെ ഫ്രണ്ടിലുണ്ട്. അത് കണ്ടു തുടങ്ങിയപ്പോഴാണ് നമ്മൾ തന്നെ അത് ശ്രദ്ധിച്ചത്. അങ്ങനെ നമ്മളെ തന്നെ അതിൽ കാണുന്നു. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര കൗതുകമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നത്. അങ്ങനെ എന്നിട്ട് ആദ്യം നമ്മുടെ അടുത്തുകൂടി ഇങ്ങനെ ഓരോരോ മൃഗങ്ങൾ വരുന്ന പോലെയൊക്കെയുള്ള ഒരു നല്ലൊരു അനിമേഷൻ വീഡിയോ. അപ്പോൾ അതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. നല്ലൊരു സർപ്രൈസായി ഞങ്ങൾക്ക് ശരിക്കും അത്. കാര്യം ഞങ്ങളെല്ലാം കഴിഞ്ഞു, പുറത്തിറങ്ങാൻ പറയുവാണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വെളിയിലോട്ട് വന്ന്. അപ്പം മുറിയിലോട്ട് കയറാൻ പറഞ്ഞു. അപ്പോൾ അതിനെക്കാട്ടി വലിയ ഒരു സർപ്രൈസായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട് അവനും ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് എല്ലാ പിള്ളേരും കൂടെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണേ. ഓരോ മൃഗങ്ങളും അടുത്തോട്ട് വരുന്നു, വെള്ളത്തിൽ നിന്ന് കയറി വരുന്നു, അങ്ങനെയൊക്കെ അതെല്ലാം കണ്ട് അന്തം വിട്ടൊക്കെ നിന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു 2-3 മിനിറ്റേ ഉള്ളൂ ആ വീഡിയോ. അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇറങ്ങിയ ഉടനെ തന്നെ അത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. 5 മണിയായി അപ്പോഴത്തേക്ക്. അങ്ങനെ എന്തായാലും അപ്പോൾ ഞങ്ങളവിടെ അങ്ങനെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അതെന്നും അങ്ങനെ ഒരു പ്രദർശനം അവിടെ ഉള്ളതാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റുള്ള ഒരു വീഡിയോ. അതുകൊണ്ട് ആണ് ഞങ്ങളെ വിളിച്ചതിനകത്ത് കയറ്റിയതെന്ന് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ നല്ല ഒരു സർപ്രൈസായിട്ടൊരു വീഡിയോ കിട്ടി. അപ്പോൾ അതാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനകത്ത് വീഡിയോ എടുക്കാമായിരുന്നു കേട്ടോ. മറ്റേ ഹോളുകളിലൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഒരു സർപ്രൈസിൻ്റെ കാര്യം പറയാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റിങ്ങിലാണ് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. ആദ്യത്തെ ദിവസത്തെ ഉച്ചവരെയുള്ള വീഡിയോയേ ആയുള്ളൂ. ഇനി ഒരു അടിപൊളി ഒരു സീഷെല്ലിൻ്റെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. അത് ഒന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. നമ്മുടെ മൊത്തം അതിനകത്ത് ഈ ഇതുണ്ടല്ലോ, ചിപ്പി, കക്ക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട്, ശംഖ്, അതൊക്കെ വെച്ചിട്ട് ഒരു ഹാള് നിറച്ച് അങ്ങനത്തെ സാധനങ്ങളായിരുന്നു. പിന്നെ ഇതുണ്ടല്ലോ, കടലിനടിയിലെ കാഴ്ചകൾ, പഴയ കാലത്ത് മീൻ പിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അങ്ങനത്തത്. പിന്നെ ഉള്ളത്
കക്ക കൊണ്ടുള്ള കുറേ സാധനങ്ങൾ നമുക്ക് മേടിക്കാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര വില കേട്ടോ. നല്ല സാധനങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷെ നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് 2000 3000 ഒക്കെ വിലയാണ് ഓരോന്നിനും. നല്ല നല്ല ഒരുപാട് സാധനങ്ങൾ, നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ, പിന്നെ ഈ ഡോറിലൊക്കെ ഇങ്ങനെ തൂക്കിയിടുമല്ലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ അതെല്ലാം കണ്ട ആവശ്യത്തിന് വീഡിയോ ഒക്കെ എടുത്തു. അവിടെയൊക്കെ ഭാഗ്യത്തിന് മൊബൈൽ ഉപയോഗിക്കാമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. എനിക്ക് പറ്റിയ പ്രശ്നം എന്താണെന്നോ, ഞാനാണെങ്കിൽ ഈ പെൻഡ്രൈവ് അങ്ങനെ അധികം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഞാൻ ആദ്യത്തെ ദിവസത്തെ വീഡിയോ എടുത്തപ്പോൾ തന്നെ ഏകദേശം ഫോണൊക്കെ എൻ്റെ ഫുള്ളായിരുന്നു. അപ്പോഴത്തേക്ക് കാരണം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് തൊട്ടുള്ള വീഡിയോ എടുത്തില്ലേ, അപ്പോൾ വീഡിയോ എടുത്ത് ചെന്നൈയൊക്കെ ചെന്ന് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴത്തേക്കിനും എൻ്റെ ഫോൺ ഫുള്ളായി. പിന്നെ ഞാൻ അവൻ്റെ ഫോണിൽ നിന്നായിരുന്നു വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എൻ്റെ ഫോണിലോട്ട് ആക്കിയാലല്ലേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടാക്കി അത് കുറച്ച് പാട് വെട്ടി ഞാൻ എല്ലാം കൂടെ ഒന്ന് എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇപ്പോഴും ഞാൻ അതുകൊണ്ടായി എഡിറ്റ് ചെയ്ത് തീരാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇടാത്തത് കേട്ടോ. ബാക്കിയുള്ള വീഡിയോകൾ ഇനി കൂടുതൽ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഞങ്ങളുണ്ടല്ലോ, ആദ്യത്തെ ദിവസം ഞങ്ങൾ രാത്രിയിൽ കഴിക്കാനായിട്ട് ഗീതം എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. അവിടെ ഞങ്ങൾ കയറുമ്പോൾ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഏകദേശം 1 മണിക്കൂറോളം എടുത്തു അവിടെ ഇരുന്ന് എല്ലാം കൂടെ കഴിക്കാൻ. കാര്യം ഞങ്ങൾക്ക് അവിടുത്തെ വെറൈറ്റി ഫുഡൊക്കെ മേടിച്ച് തരാമെന്ന് പറഞ്ഞാൽ നിതീഷ് കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പം അതൊക്കെ വരാനായിട്ട് കുറച്ച് താമസമായിരുന്നു. പിന്നെ എൻ്റെ കഷ്ടകാലത്തിന് ഞാനൊരു ഒണിയൻ ഉത്തപ്പം പറഞ്ഞ് അവരത് മറന്നു പോയതാണോ എന്തോ, എന്തായാലും കൊള്ളാം. ബാക്കി എല്ലാവരും കഴിയാറായത് വരെ എന്നിട്ടും എൻ്റെ ഒണിയൻ ഉത്തപ്പം വരുന്നില്ല. അപ്പം നിതീഷ് ഇത് അറിയുന്നില്ല, അവർ കാര്യമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ ഈ ഒണിയൻ ഉത്തപ്പം ഉണ്ടാക്കി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. അവസാനം അവരത് മറന്നു പോയതായിരുന്നു. കുറേ കഴിഞ്ഞ് ഇനി എന്തോ വേണമെന്ന് ചോദിച്ചപ്പോഴാണ് അപ്പോഴാണ് നിതീഷ് അറിയുന്നത് എനിക്ക് കിട്ടിയില്ല എന്നുള്ള കാര്യം ടേബിൾ നിറച്ചിങ്ങനെ ഫുഡ് ഇരിക്കുവാണേ. അപ്പോൾ ഇതിലേതാ ഞാൻ എന്തോ ഓർഡർ ചെയ്തേ അങ്ങനെയൊന്നും അവരറിയുന്നില്ല, ഞാനൊട്ട് പറഞ്ഞതുമില്ല. അങ്ങനെ രണ്ടാമത് വന്ന് എന്തോ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ആദ്യം ഓർഡർ ചെയ്ത് എൻ്റെ ഒണിയൻ ഉത്തപ്പയോ വന്നില്ലല്ലോ എന്ന്. അങ്ങനെ പിന്നെ അവരോട് പറഞ്ഞിട്ട് പിന്നെ അയ്യോ സോറി മാം മറന്നുപോയി, സോറി സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി എടുത്തുകൊണ്ട് വന്നു. നല്ല ഒണിയൻ ഉത്തപ്പമായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ തമിഴ്നാട്ടിലെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. പിന്നെ തവാപ്പൊടി, ഇഡലി, പൂരി, പിന്നെ എന്തായിരുന്നു വെജ് സ്റ്റഫ്ഡ് പൊറോട്ട, അങ്ങനെ ഒരു സാധനം, പിന്നെ കുൽച്ച, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. അതെല്ലാം കൂടെ കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ ഏകദേശം 1 മണിക്കൂറായി. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് അടുത്ത സർപ്രൈസ്. ഞാൻ വിചാരിച്ചു പുറത്ത് ഒരുപാട് പേരിങ്ങനെ ഇരിക്കുന്നത് അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്, അകത്ത് സ്ഥലമില്ലാതെ വരുമ്പോൾ പുറത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉണ്ട് ഒരാൾ അവിടെ നിന്ന് മൈക്കിൽ കൂടെ ഇങ്ങനെ ഓരോന്ന് അനൗൺസ് ചെയ്യുന്നു, ഒരു നമ്പർ വിളിക്കുന്നു. അപ്പോൾ തിരക്കിയപ്പോഴാണ് എന്തോ അവിടെ ടോക്കണാണ് വരുന്നതനുസരിച്ച്. നമ്മളില്ല ബാങ്കിൽ ട്രഷറിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ടോക്കൺ എടുക്കുന്ന കണ്ടിട്ടുണ്ട്, ആശുപത്രിയിലൊക്കെ ഇങ്ങനെ ചില ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ടോക്കണൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ എന്നപ്പോൾ അവിടെ ഇങ്ങനെ ടോക്കൺ കൊടുക്കുന്നു, മൈക്കിൽ കൂടെ വിളിച്ചിട്ട് ആദ്യം വരുന്നവർ നേരെ ചെല്ലുക, ടോക്കൺ എടുക്കുക, ഇപ്പുറത്ത് കുറേ കസേര ഇട്ടിട്ടുണ്ട് അവിടെ മാറിയിരിക്കുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാഴ്സലിനാണെങ്കിൽ വേറെ ടോക്കൺ, അങ്ങനെ പാഴ്സൽ 2 3 4 10 15 എന്നും പറഞ്ഞിങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അത് കാണാനായിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ടോക്കൺ വിളിച്ച് ആൾക്കാർ ഇറങ്ങുന്നതനുസരിച്ച് പെട്ടെന്ന് വൃത്തിയാക്കിയിട്ട് അടുത്ത ടോക്കണിനെ വിളിക്കുക. അപ്പം ഇത്രയും തിരക്കാണ് അവിടെ. അപ്പോഴെന്തുകൊണ്ടാണ് ഇത്രയും തിരക്ക്? നല്ല ഫുഡാണ് അവിടുത്തെ, നല്ല വൃത്തിയാണ്, നല്ല ഗീതം റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഭക്ഷണം കഴിച്ചു. അങ്ങനെ 2 സർപ്രൈസുകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, നമ്മൾ 10K ആവുന്നുണ്ട്. പിന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. മഹാബലിപുരത്തെയൊക്കെ കാണാത്തവർ ഒരുപാട് പേരുണ്ട്, അപ്പോൾ അതൊന്ന് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. നമുക്ക് വീഡിയോ കാണാം. ഞങ്ങളങ്ങനെ ബാക്കി മ്യൂസിയങ്ങൾ, ഹെറിറ്റേജ് മ്യൂസിയവും മാരിടൈം മ്യൂസിയവും എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയി ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടിട്ട് തിരിച്ചു വന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ കുറച്ച് മ്യൂസിയങ്ങളുണ്ടായിരുന്നു. ഈ ഗവൺമെൻറ് മ്യൂസിയത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ മൊബൈൽ അധികം എടുക്കരുതെന്ന്, എന്നാലും അവിടെ കുറേ പേരിങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിത് പുറത്തൊക്കെയുള്ള ഫോട്ടോയാണ്. അങ്ങനെ 1-2 ഫോട്ടോയൊക്കെ ഞാനും എടുത്തു. അപ്പോൾ അതിനകത്തുള്ള കാഴ്ചകളും ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയുമാണിത്. ഇതാണ് ആ വീഡിയോയുടെ ആ റൂം, ആനിമേഷൻ്റെ റൂം. ഇതാണ് ഗവൺമെൻറ് മ്യൂസിയം.
അപ്പോൾ ഇതിനകത്തോട്ട് നടന്ന് വേറെയും 3-4 മ്യൂസിയങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെയൊക്കെ കാഴ്ചകൾ ഞാൻ പുറകിന് വേറെ വീഡിയോകളായിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഇന്നത്തെ ഈ 2 സർപ്രൈസ് കാര്യങ്ങൾ ഉദ്ദേശിച്ചുള്ള വീഡിയോ ആണ്. ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വന്നതുകൊണ്ടാണ് ഏറ്റവും അവസാനമാണ് നമ്മൾ ഈ മെയിനായിട്ടുള്ള ഹാളിൽ കയറിയത്. അവിടെ എത്തിയപ്പോഴത്തേക്ക് 4:45 അവിടെ ആയിരുന്നു ഈ ആനിമേഷൻ വീഡിയോ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്തെല്ലാം കാണാനുണ്ട്, എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോ കാണാം. ആദിക്കുട്ടനെ ആദ്യം കണ്ട നോക്കാതി. ആദ്യം നമുക്ക് പുലിയുടെ അടുത്തേക്ക് തിരക്ക് കണ്ടോ? ടോക്കൺ കൊടുത്തേക്കോടാ. എന്നിട്ട് ടോക്കൺ വിളിക്കാൻ തിരക്ക് ഒഴിയുന്നതനുസരിച്ച്. കൊള്ളാം. നമ്മൾ വന്നപ്പോൾ തിരക്കപ്പോൾ കുറവായിരുന്നില്ലേ? ഇത്രയ്ക്ക് കൊള്ള റിച്ചോ. പക്ഷെ കൊള്ളാം, അടിപൊളി സാധനമായിരുന്നു. ടോക്കൺ മേടിച്ച് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഹോട്ടൽ കാണുന്നത് കേട്ടോ. ടോക്കൺ മേടിച്ചിരിക്കുക. അകത്തെ തിരക്ക് കുറയുന്നതനുസരിച്ച് ടോക്കൺ വിളിക്കും. അതനുസരിച്ച് കയറി പോകണം. ബാങ്കിൽ മാത്രമല്ല, ഹോട്ടലിലും ടോക്കൺ. കാണിച്ചേ ഗീതം കാണിച്ചേ. ഗീതം. അത് കൊള്ളായിരുന്നു കേട്ടോ. പൊടി ഇഡലി സൂപ്പറായിരുന്നു. ബാ നീങ്ങിക്കതേ, ഇവരിങ്ങോട്ട് കൊണ്ടുവരുന്നു. എന്നാലും ഇത് കുറച്ച് ഇതായിപ്പോയി കേട്ടോ. അതിനകത്ത് അത്രയ്ക്ക് തിരക്കാണേ, ഭയങ്കര തിരക്ക്. സ്റ്റഫ്ഡ് പൊറോട്ട. അതാണോ കുൽച്ച? ഇതാണോ? സ്റ്റഫ്ഡ് പൊറോട്ട. അയ്യോ, എൻ്റെ ഒണിന്നിട്ട്
രണ്ടു വട്ടം ചോദിച്ചില്ലേ? എൻ്റെ ഒണിയനൊത്തപ്പം മാത്രം വന്നില്ല. അതെ, കൈയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് വന്നപ്പോൾ അല്ല 6 മെമ്പറല്ല. ഓക്കെ, പൊടി ഇഡലി, തവ പൊടി ഇഡലി. അങ്ങനെ അവരുടെ എല്ലാം കഴിപ്പ് കഴിയാറായപ്പോഴത്തേക്ക് എൻ്റെ ഒണിയൻ ഊത്തപ്പം വന്നു. ഞങ്ങൾ അതും കഴിച്ചു. പിന്നെ അതിന് ശേഷം നമ്മുടെ തവ പൊടി ഇഡലി മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അത്. ഇഡലിയുടെ പുറത്ത് നെയ്യൊക്കെ ഒഴിച്ച് പൊടിയൊക്കെ ചേർത്ത് ഒരു ഇഡലി.